എപ്പിസോഡ് ഓപ്പണിംഗ് സീനിൽ നമ്മുടെ സോറോ ആയിരിക്കും കാണിക്കുക. ഒരുപാട് നേരത്തെ പോരാട്ടത്തിനൊടുവിൽ സോറോ ആണെങ്കിൽ ആ മെയിൻ വില്ലൻ എങ്ങനെ തോൽപ്പിച്ചിരിക്കുകയാണ്. അത്രയധികം പവറും ടാറ്റിക്സും ഉണ്ടായിരുന്ന കില്ലറിനെ സോറോ അവനവന്റെ മൊത്തം എഫേർട്ടും സ്ക്വാഡുകളും ഒക്കെ ഉപയോഗിച്ച് ഉൾപ്പെടുത്തി. പക്ഷെ എന്താ, ഒരുപാട് പവർ അത് ഉപയോഗിച്ചുകൊണ്ട് തന്നെ സോറോയ്ക്ക് ഇപ്പോൾ ആരോഗ്യമില്ല. അവൻ അങ്ങനെ അൺകോൺഷ്യസ് ആയിട്ട് വീട് കിടക്കുകയാണ്. മറ്റൊരു ഭാഗത്ത് സാഞ്ചി ക്വീനെയും തോൽപ്പിച്ചു. അവിടെ ഉണ്ടായിരുന്ന സൈബോർഗുകളാണെങ്കിൽ ഈ കാര്യങ്ങളെല്ലാം മുക്കിലും മൂലയിലും ഉള്ള എല്ലാവരും അറിയിക്കും. പ്രധാനമായിട്ട് ആ സൈഫർ ഫോൾ മെമ്പേഴ്സിനെ. അവർക്കാണെങ്കിൽ ഭയങ്കര അത്ഭുതം. കാരണം തോൽക്കും എന്ന് വിധി എഴുതിയ നമ്മുടെ ആൾക്കാരുടെ ടീം അവരിപ്പോൾ പകുതിയിലധികം വിജയ ശതമാനമായിട്ട് മുന്നേറുകയാണ്. വില്ലന്മാരുടെ ടീമുകൾ അതങ്ങനെ ഓരോ മിനിറ്റ് കഴിയുന്തോറും തോറ്റുകൊണ്ടേയിരിക്കുന്നു. ഇനിയുള്ള നിമിഷങ്ങൾ അത് നിർണായകമാണ്. അവശേഷിക്കുന്നത് ആ മെയിൻ വില്ലന്മാരായിട്ടുള്ള ബിഗ് മോമും കൈഡോയുമാണ്. അവർ 4 എംപറേഴ്സിൽ 2 പേരാണ്. സോ അതുകൊണ്ട് തന്നെ അവരത്ര എളുപ്പത്തിൽ നമ്മുടെ ആൾക്കാർക്ക് തോൽപ്പിക്കാൻ കഴിയുമെന്ന് നേവിക്കാർ വിശ്വസിക്കുന്നില്ല. കട്ട് ചെയ്ത ബിഗ് ബോം ആണെങ്കിൽ യൂസ്ട്രസ് കിഡിനും ലോയ്ക്കും അവർക്ക് നല്ല രീതിയിൽ ടഫ് കൊടുത്തുകൊണ്ടേയിരിക്കുകയാണ്. ഒരുപാട് സമയങ്ങളായി അവർ 2 പേരും 2 ഭാഗത്ത് നിന്ന് ബിഗ് മോമിനെ അറ്റാക്ക് ചെയ്യാൻ ശ്രമിച്ചുകൊണ്ടേയിരിക്കുന്നു. പക്ഷെ ബിഗ് മോം ആണെങ്കിൽ വീണ്ടും അവൾ തകർത്ത് കളഞ്ഞ ആൾക്കാരുടെ കോളുകളെല്ലാം തന്നെ അബ്സോർബ് ചെയ്തെടുത്ത് അവരെ അറ്റാക്ക് ചെയ്ത് മോർ പവർഫുള്ളായി മാറിയിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ ഇനി അവളെ തകർക്കുക എന്നത് അല്പം ശ്രമകരമാണ്. മാത്രമല്ല ബിഗ് മോമിന് കട്ട സപ്പോർട്ട് കൊടുത്തുകൊണ്ട് അവൾ പുതുതായിട്ട് ക്രിയേറ്റ് ചെയ്ത ആ ക്ലൗഡ് ഗേളും അതുപോലെ തന്നെ സൺ പവറും അവളോടൊപ്പം കട്ടയ്ക്കുണ്ട്. ഒന്നുകിൽ ബിഗ് മോം അവർ 2 പേരെയും തല്ലിക്കൊല്ലണം, അല്ലെങ്കിൽ അവർ 2 പേരും ചേർന്ന് ബിഗ് മോമിനെ പിടിച്ചു വലിച്ച് അറഞ്ച പുറഞ്ച് ഇടിച്ചു കൊല്ലണം. ബിഗ് മോം ആണെങ്കിൽ ഇവരോട് തീർത്തു പറയും, ഞാൻ തന്നെയായിരിക്കും നിങ്ങളെ 2 പേരെയും കൊന്നു തള്ളുക എന്ന് പറഞ്ഞ് പൊരിഞ്ഞ പോരാട്ടം. കട്ട് ചെയ്ത ഇവിടെ ലൂഫി അവൻ കൈ അങ്ങനെ നീട്ടി നീട്ടി കൈഡോയെ ആഞ്ഞടിക്കുകയാണ്. മൊമന്റോസ്കിക്കാണെങ്കിൽ അത് കാണുമ്പോൾ ഒരുപാട് പേടി തോന്നും. കാരണം കൈഡോയുടെ കാറ്റ് പോയ അടുത്ത നിമിഷം ഒർഗഷിമ ഐലാൻഡ് അത് മുഴുവനായിട്ടും തകർന്ന് ഒന്നും അറിയാത്ത ഫ്ലവർ ക്യാപിറ്റൽ എൻജോയ് ചെയ്തുകൊണ്ടിരിക്കുന്ന 10,000 ജനങ്ങൾ അവർ മരിച്ചുപോകും. ഐലാൻഡ് പോലും ഇനി ബാക്കി ഉണ്ടാവില്ല. അങ്ങനെ സംഭവിക്കാൻ പാടില്ല. എത്രയും വേഗം എന്തെങ്കിലും ചെയ്യണമെന്ന് പറഞ്ഞ് അവൻ വീണ്ടും വീണ്ടും ശക്തിയാൽ ആ ക്ലൗഡുകളെ ക്രിയേറ്റ് ചെയ്യാൻ ശ്രമിക്കും. പക്ഷെ അവനെ കൊണ്ടാണെങ്കിൽ ഒരു റൗണ്ടിന് അപ്പുറത്തേക്ക് ക്രിയേറ്റ് ചെയ്യാൻ പറ്റില്ല. സോ അവനാണെങ്കിൽ കൈഡോ ക്രിയേറ്റ് ചെയ്ത ക്ലൗഡിനെ പിടിച്ചു വലിക്കാനായിട്ട് ശ്രമിക്കും. അതും നല്ല സ്ട്രോങ് ആണ്. അവൻ എത്രയൊക്കെ എഫേർട്ട് ഇട്ടിട്ടും എത്രയൊക്കെ പുഷ് ചെയ്തിട്ടും അതിനെ ഡൈവേർട്ട് ചെയ്യാനായിട്ട് പറ്റുന്നില്ല. അവിടുന്ന് അങ്ങനെ സീൻ കട്ട് ചെയ്ത ഇപ്പൊ യമട്ടോയെ കാണിക്കും. അവളാണെങ്കിൽ ആ ബേസ്മെന്റ് ലക്ഷ്യമാക്കി ഉഷാറായിട്ട് ഓടുകയാണ്. അവൾക്ക് തൊട്ട് മുകളിലായിട്ട് ആ ഒരു ഫയർ ജയന്റ് ഉണ്ട്. അത് ആ ബേസ്മെന്റിൽ എത്തുന്നതിന് മുൻപ് അവൾക്ക് ആ എക്സ്പ്ലോസീവ് ആയിട്ടുള്ള സാധനങ്ങൾ അവിടെ നിന്ന് നീക്കം ചെയ്യണം. അവളാണെങ്കിൽ ആ ബേസ്മെന്റ് ഡോറിലേക്ക് നോക്കും. അതിന്റെ തൊട്ട് മുൻപിൽ ഒരു മോൺസ്റ്റർ അങ്ങനെ ഉറങ്ങുകയാണ്. അവള് ജയന്റിനോട് പറയും, നമ്മുടെ മുൻപിൽ ഒട്ടും സമയമില്ല. സോ എത്രയും വേഗം നീ അതിനെ ഇട്ടിച്ച് തെറിപ്പിച്ച് ആ ഡോറ് അത് തകർക്ക്. അത് കേൾക്കേണ്ട താമസം ആ ജയന്റ് അങ്ങനെ ചാടിപ്പോയി. കേൾക്കേണ്ട താമസം ജയന്റ് ആണെങ്കിൽ ചാടി വന്ന് ആദ്യം ആ മോൺസ്റ്ററിനെ ആഞ്ഞെട്ടിക്കും. അതിനുശേഷം ആ ഡോറ് അത് തകർത്തകത്തേക്ക് പോവാണ്. യമട്ടോയ്ക്കാണെങ്കിൽ ഭയങ്കര സന്തോഷം. അവളാണെങ്കിൽ ആ മോൺസ്റ്ററിനോട് സോറിയൊക്കെ പറഞ്ഞ് മുൻപോട്ടേക്ക് പോകും. കട്ട് ചെയ്ത ഇവിടെ ഉസോപ്പ് അവനാണെങ്കിൽ കിന്നു പറഞ്ഞതനുസരിച്ച് കിന്നിന്റെ ഹാഫ് ബോഡിയുമായി ആ കത്തിക്കരിയുന്ന ഭാഗത്തേക്ക് എത്തിക്കഴിഞ്ഞു. പക്ഷേ കിന്നിന്റെ തലയുടെ ഭാഗവും അതുപോലെ തന്നെ ഒക്കിക്കുവാൻ കണ്ടെത്താൻ ഉസോപ്പിന് കഴിഞ്ഞിട്ടില്ല. അവൻ ചുറ്റും നോക്കിക്കൊണ്ടേയിരിക്കും. അവിടെ എവിടെയും കാണുന്നില്ല. ഒരുപാട് നേരത്തെ അന്വേഷണത്തിലൊടുവിൽ ഇപ്പോൾ ഉസോപ്പാണെങ്കിൽ കിന്നിന്റെ തല അത് കണ്ടെത്തും. ഉസോപ്പിനാണെങ്കിൽ ഭയങ്കര അത്ഭുതം. കെന്നിനെ 2ആയിട്ട് വെട്ടിയിട്ടും അവൻ ഇപ്പോഴും ജീവനുണ്ട്. അവൻ ആ കാര്യം കെന്നിനോട് ചോദിക്കും. അതിനവൻ പറയും, എനിക്കും ഇതെന്താ സംഭവിക്കണമെന്ന് അറിയില്ല. ഒരുപക്ഷെ അന്നല്ലോ അവൻ എന്നെ കട്ട് ചെയ്തതിന് ശേഷമായിരിക്കും ഇങ്ങനെ എൻ്റെ ബോഡിക്ക് ട്രാൻസ്ഫർമേഷൻ സംഭവിച്ചിട്ടുണ്ടാവുക. കിക്കുവിൻ്റെ അവസ്ഥ വളരെ മോശമാണ്. എത്രയും വേഗം അവൾക്ക് ട്രീറ്റ്മെൻറ്റ് കൊടുക്കാൻ നീ ഇവിടുന്ന് കൊണ്ടുപോകണമെന്ന് പറയും. സോപ്പാണെങ്കിൽ ചുറ്റും നോക്കും. വില്ലന്മാരെല്ലാവരും അവിടേക്ക് ഇരച്ച് കയറുകയാണ്. അവൻ വളരെ കഷ്ടപ്പെട്ട് ഒക്കിക്കുവിനെയും കിന്നിനെയും താങ്ങിയെടുത്ത് അവിടുന്ന് ചോപ്പറിൻ്റെ അടുത്തേക്ക് പോകാനായിട്ട് ശ്രമിക്കുകയാണ്. കാരണം ചോപ്പറിന് മാത്രമേ ഇനി അവരെ സഹായിക്കാനായിട്ട് കഴിയൂ. കിന്നാണെങ്കിൽ ഉസോപ്പിനോട് പറയും, എന്നെ നോക്കണ്ട, എങ്ങനെയെങ്കിലും ഒക്കിക്കുവെ അവളെ സേവ് ചെയ്യണം. അതിന് ഒക്കിക്കു പറയും, എനിക്ക് കുഴപ്പമില്ല, നീ ആദ്യം സേവ് ചെയ്യേണ്ടത് കിന്നിനെയാണെന്ന് പറയും. ഉസോപ്പിനാണെങ്കിൽ ചത്താ മതിയെന്നാവും. അവൻ ഒരു സെക്കൻഡ് ആ ലിറ്റിൽ പീപ്പിൾസിനെ കുറിച്ച് ആലോചിക്കും. ആദ്യം അവൻ അവരെ പറ്റിക്കാനായിട്ട് ശ്രമിച്ചു. അതിനുശേഷം അവനെ ദൈവത്തെ പോലെ കാണാൻ തുടങ്ങിയപ്പോൾ അവൻ തന്നെ ചേഞ്ചായി എൻ്റെ മാക്സിമം കൊടുത്ത് അവരെ എല്ലാവരെയും സേവ് ചെയ്തു. ഇപ്പം അതേ കോൺഫിഡൻസ് തന്നെയാണ് ഉസോപ്പിനുള്ളത്. അവൻ്റെ സ്നൈപ്പർ എടുത്ത് അവനെ കൊണ്ട് പറ്റും പോലെ അറഞ്ചം പുറഞ്ചം ആ വില്ലന്മാരെ അറ്റാക്ക് ചെയ്യും. അവന് സപ്പോർട്ടിനായി ഒക്കിക്കു അവിടേക്ക് വന്ന് അവൾ നിമിഷ നേരം കൊണ്ട് ഇവരെ എല്ലാവരെയും അറഞ്ചം പുറഞ്ചം വെട്ടി ഇപ്പോൾ ഉസോപ്പിനെ സഹായിക്കുകയാണ്. ഉസോപ്പിനാണെങ്കിൽ ഭയങ്കര സന്തോഷം. ഈസോ ആരാണെന്ന് അവൻ അറിയില്ല.
അവനാണെങ്കിൽ ഇപ്പൊ ഈസോയോട് താങ്ക്സ് പറയും. ഉടനെ കിന്ന് ആണെങ്കിൽ ഈസോയോട് മാപ്പ് പറയാണ്. ഐ എം സോറി, ഞാൻ അവളുടെ കൂടെ ഉണ്ടായിരുന്നിട്ടും എനിക്ക് അവളെ പ്രൊട്ടക്ട് ചെയ്യാനായിട്ട് കഴിഞ്ഞില്ല. അതിന് ഈസോ അവനെ സമാധാനിപ്പിച്ച് അങ്ങനെ താങ്ങി മടിയിൽ കിടത്തും. പിന്നീട് അവനവന്റെ ഡ്രസ്സ് അത് വലിച്ചു കീറി അവളുടെ മുറിവിൽ വലിച്ചു കെട്ടുകയാണ്. ഉസോപ്പാണെങ്കിൽ ഈസോയുടെ മുതുകിലേക്കൊന്ന് ശ്രദ്ധിച്ചു നോക്കും. വാനോക്കിൻ്റെ ആ ഒരു സിമ്പിൾ അത് അവന്റെ പുറകിൽ പച്ച കുത്തിയിട്ടുണ്ട്. ഈസോ ആണെങ്കിൽ അവന്റെ അനുചിത്തിരക്കായി അത് മുറുകെ പിടിക്കും. നീ ഒരു കാരണവശാലും വിട്ടുകൊടുക്കാനായിട്ട് പാടില്ല, നിന്നോടൊപ്പം ഞാനുണ്ടെന്ന് പറയും. അടുത്ത നിമിഷം ഒരുപാട് വില്ലൻ സോൾജിയേഴ്സ് സ്ക്വാഡുകളും ഗണ്ണുകളൊക്കെ ആയിട്ട് അവിടേക്ക് പാഞ്ഞടുക്കാണ്. അത് കാണേണ്ട താമസം ഈസോ അവനങ്ങനെ ചാടി എഴുന്നേറ്റ് ഉസോപ്പിനെ വിളിക്കും. സ്നൈപ്പർ കിങ്, നിന്റെ സഹായം എനിക്കിപ്പോൾ ആവശ്യമാണ്. ഇവരെ രണ്ടുപേരെ എത്രയും വേഗം നീ ഇവിടുന്ന് സേഫായിട്ട് കൊണ്ടുപോകണം. ഉസോപ്പിനാണെങ്കിൽ ഈസോ അവനെ സ്നൈപ്പർ കിങ് എന്ന് വിളിച്ചത് ഭയങ്കരമായിട്ട് ഇഷ്ടാവും. സോ അതുകൊണ്ട് തന്നെ യെസ്, ഞാൻ ഇവരെ സേഫായിട്ട് കൊണ്ടുപോകുമെന്ന് പറഞ്ഞ് ഉസോപ്പ് അവരെ രണ്ടുപേരെയും ആ ജിറാഫി തലേന്റെ മുകളിലേക്ക് വലിച്ചു കയറ്റി അവിടുന്ന് പോവാണ്. അതേസമയം ഈസോ അവൻ അറിഞ്ഞ് ഷൂട്ട് ചെയ്ത് ആ വില്ലന്മാരെ ഒരു മിനിറ്റുകൾ കൊണ്ട് അങ്ങനെ വാഷ് ഔട്ട് ചെയ്ത് കളയാണ്. അവിടുന്ന് അങ്ങനെ സീൻ കട്ട് ചെയ്ത് ഫുക്കറഗോജിയെയും റൈസോയും കാണിക്കും. അവർ രണ്ടുപേരും ആ ഫയറിനിടയിൽ പൊരിഞ്ഞ അട്ടിയിടി ബഹളം. ഞൊട്ടിയിടയിൽ രണ്ടുപേരും അവരുടെ നിഞ്ച പവർ ഉപയോഗിച്ച് പരസ്പരം അങ്ങനെ ഫ്രീസ് ചെയ്ത് നിർത്തുകയാണ്. ഫുക്കറഗോജി ആണെങ്കിൽ വിളിച്ചു പറയും, നീ ഇത് കാണുന്നില്ലേ, ചുറ്റും തീ അങ്ങനെ കത്തിപ്പടരാണ്. സോ നമുക്ക് രണ്ടുപേർക്കും ഒരു കോംപ്രമൈസിലേക്ക് എത്താം. നമുക്ക് നമ്മൾ രണ്ടുപേരും ക്രിയേറ്റ് ചെയ്ത ജിപ്സു അത് ബ്രേക്ക് ചെയ്യാം. പക്ഷെ റൈസോയ്ക്കാണെങ്കിൽ നന്നായിട്ട് അറിയാം, അവൻ ഇൻ കേസ് ഫുക്കറഗോജിയുടെ ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അവൻ തീർച്ചയായിട്ടും റൈസോയുടെ ബോഡിയിൽ ഉപയോഗിച്ച ആ ഫ്രീസിങ് ജിപ്സു അത് അണ്ടു ചെയ്യില്ല. അങ്ങനെ സംഭവിച്ച അവൻ ഈ ഫൈറ്റിൽ തോറ്റ് ആ തീയിൽപ്പെട്ട് അങ്ങനെ കത്തിയെരിയും. അതല്ല എങ്കിൽ ഫുക്കറഗോജി അവനെ കൊന്നു തള്ളും. അതുപോലെ തന്നെ ഓപ്പോസിറ്റ് സൈഡ് ഫുക്കറഗോജിയും അവനും റൈസോയെ ആദ്യം ആ ജിപ്സു അണ്ടു ചെയ്ത് മോചിപ്പിക്കാനായിട്ട് ഭയം തോന്നും. അങ്ങനെ അവർ രണ്ടുപേരും പരസ്പരം തർക്കിച്ച് ആ തീക്കടയിൽ നിൽക്കുകയാണ്. കട്ട് ചെയ്ത ഇവിടെ നമ്മുടെ വിശ്വസുന്ദരി അവളാണെങ്കിൽ ഒറോച്ചിയുടെ ചോദ്യങ്ങൾക്കൊന്നും തന്നെ മറുപടി കൊടുക്കാതെ വായിച്ചുകൊണ്ടേയിരിക്കുകയാണ്. ഇവിടെ ഒറോച്ചിയാണെങ്കിൽ ഒരുപാട് ചോദ്യങ്ങളൊക്കെ ചോദിച്ചതിന് ശേഷം ഇപ്പൊ അവളുടെ മ്യൂസിക്കിൽ പതിയെ അലിഞ്ഞു ചേർന്ന് അങ്ങനെ ഹായ് ആയിട്ട് കിടക്കും. ഇനി ആരൊക്കെ എന്തൊക്കെ ചെയ്താലും എനിക്ക് ഒരു കുഴപ്പമില്ല. ഞാൻ ആഗ്രഹിച്ച വിശ്വസുന്ദരിയെ എനിക്ക് കിട്ടി. എത്രയും വേഗം മാരേജ് ചെയ്ത് എനിക്ക് ആ ഫ്ലവർ ക്യാപിറ്റലിൽ സെറ്റിൽഡ് ആവണം, അതാണ് എൻ്റെ ആഗ്രഹം എന്ന് പറഞ്ഞ് അവൻ വായിലൂടെ വെള്ളമൊക്കെ ഒലിപ്പിച്ച് അവളെ നോക്കിയിരിക്കും. ഒറോച്ചിയാണെങ്കിൽ ഇപ്പോൾ ഒരു പ്രത്യേക തരത്തിൽ ശബ്ദം ഉണ്ടാകും. അത് കേട്ട് അവൾ ഷോക്കാവും. എന്തുപറ്റി, എന്തെങ്കിലും കുഴപ്പമുണ്ടോ? അതിന് ഒറോച്ചി പറയും, കുഴപ്പമില്ല, ഞാൻ സ്വപ്നത്തിലാണോ അതോ യാഥാർത്ഥ്യത്തിലാണോ എന്ന് എനിക്കിപ്പോഴും തിരിച്ചറിയാൻ കഴിഞ്ഞിട്ടില്ല. എങ്കിലും ഞാനിത് ആഘോഷിക്കുകയാണ്. മ്യൂസിക് അതെനിക്ക് ഒരുപാട് ഇഷ്ടമാണ്. സോ എനിക്ക് വേണ്ടി വീണ്ടും വീണ്ടും വായിക്കാനായിട്ട് അവൻ ആവശ്യപ്പെടും. അത് കേട്ട് അവളും വീണ്ടും വീണ്ടും വായിക്കുകയാണ്. അങ്ങനെ സീൻ കട്ട് ചെയ്ത് സെക്കൻഡ് ഫ്ലോർ കാണിക്കും. അവിടെയാണെങ്കിൽ ഡ്രേക്കും അപ്പോംസും അവർ രണ്ടുപേരും ചേർന്ന് ആ നേവിക്കാരെ അട്ടിച്ച് തോൽപ്പിക്കാൻ ശ്രമിക്കും. പക്ഷെ സൈഫർ പോളിന്റെ പവർ അത് വേറെ ലെവലാണ്. അവരങ്ങനെ ടേൺ ചെയ്ത് ഇപ്പൊ ആ ജയൻസിനെയും അപ്പോംസിനെയും ഡ്രേക്കിനെയും തല്ലി കൊല്ലാൻ ശ്രമിക്കുകയാണ്. അത്ര നേരവും വലിയ ആറ്റിറ്റ്യൂഡ് ഇട്ട് നിന്ന അപ്പോംസ് ആണെങ്കിൽ ഇപ്പൊ ജീവനും കൊണ്ട് അവിടുന്ന് ഓടാനായിട്ട് ശ്രമിക്കും. അടുത്ത നിമിഷം ആ സോൾജിയേഴ്സിന്റെ എല്ലാം ഹെഡ് ഓഫീസർ അവരാണെങ്കിൽ ഇപ്പൊ ആ സോൾജിയേഴ്സിനെ കോണ്ടാക്ട് ചെയ്ത് റോബിനെ പിടിക്കാൻ കഴിഞ്ഞോ എന്ന് ചോദിക്കും. അതിനവര് പറയും, ഇല്ല, ഞങ്ങൾ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്, എത്രയും വേഗം അവളുമായിട്ട് ഞങ്ങൾ തിരികെ എത്തും. ഇതിന് മെയിൻ ഓഫീസർ പറയും, എത്രയും വേഗം നമുക്കിവിടുന്ന് പോകണം. കൈഡോടെ മെയിൻ ആൾക്കാരെ എല്ലാവരെയും ഈ സാമുറായി ടീം ഇല്ലാതാക്കി കഴിഞ്ഞു. നെക്സ്റ്റ് ജനറേഷനിലുള്ള ആളുകൾ നമ്മൾ കരുതും പോലെയല്ല, ഇത് വലിയൊരു യുദ്ധമാണ്, ഇതാണ് ഇനി ചരിത്രമാവാൻ പോകുന്നതെന്ന് പറയും. അത് കേട്ട് അവർക്കും വല്ലാത്ത പേടി. മറ്റൊരു ഭാഗത്ത് ആ പെൺകുട്ടിയാണെങ്കിൽ പരുക്ക് പറ്റിയ സാഞ്ചയെ ഒരു ഭാഗത്ത് കിടത്തി അവൻ ആവശ്യമായിട്ടുള്ള ട്രീറ്റ്മെന്റും മെഡിസിൻസും ഒക്കെ കൊടുക്കുകയാണ്. കട്ട് ചെയ്ത ഇവിടെ ലൂഫിയെയും കൈഡോയും കാണിക്കും. ലൂഫി ആണെങ്കിൽ ഇപ്പൊ അവന്റെ തേർഡ് ഗിയറിലേക്ക് പോയി കൈഡോയെ ആഞ്ഞൊരടി. ആ ഒരു അടിയിൽ ഇടോ തെറിച്ചു പോവും. ലൂഫിക്കാണെങ്കിൽ ഭയങ്കര സന്തോഷം. കാരണം ഇത്രയും നേരവും ഫോർത്ത് ഗിയർ ഉപയോഗിച്ചാണ് ലൂഫി അവനെ പഞ്ച് ചെയ്തത്. ഇപ്പൊ തേർഡ് ഗിയറിൽ തന്നെ കൈഡോയ്ക്ക് നല്ല രീതിയിലുള്ള ഇമ്പാക്ട്സ് അത് ഏൽക്കുന്നുണ്ട്. അതിനർത്ഥം കൈഡോ അവൻ തളർന്നിരിക്കുകയാണ്. ഇനി ഈസി ആയിട്ട് അവനെ തോൽപ്പിക്കാൻ പറ്റും എന്ന കണക്കൂട്ടലുമായി ലൂഫി ആണെങ്കിൽ ഫുൾ എൻജോയ്മെന്റിൽ ഫൈറ്റ് ചെയ്യുന്നതോട് കൂടെ ഈ ഒരു എപ്പിസോഡും അവസാനിക്കുന്നു.